ഫണ്ട് വിവാദത്തിന് പിന്നാലെ CPM-ൽ നിന്ന് പുറത്താക്കപ്പെട്ട വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം പ്രകാശനം ചെയ്തു. കണ്ണൂർ പയ്യന്നൂരിൽ നടന്ന ചടങ്ങിൽ ജോസഫ് സി മാത്യു ആണ് പ്രകാശനം നിർവഹിച്ചത്. പുസ്തകത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും MV ജയരാജനെതിരെയും പരാമർശങ്ങളുണ്ട്. തെറ്റു ചെയ്തവരോട് അന്നത്തെ ജില്ലാ സെക്രട്ടറിയായ MV ജയരാജൻ മൃദു സമീപനം സ്വീകരിച്ചു. രക്തസാക്ഷി ഫണ്ടിലും കെട്ടിട നിർമ്മാണത്തിലും മാത്രമായി പാർട്ടിക്ക് 51.22 ലക്ഷം രൂപ നഷ്ടമുണ്ടായി എന്നും പുസ്തകത്തിലുണ്ട്. ഗീബൽസിയൻ തന്ത്രം പുതിയ കാലത്ത് നടപ്പാക്കുന്നതിനാണ് ചിലർ ശ്രമിക്കുന്നതെന്ന് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ഗീബൽസിന്റെ സിദ്ധാന്തം എന്ന് പറയുന്നത് ഫാസിസ്റ്റ് കാലത്ത് അവരുപയോഗപ്പെടുത്തിയതാണെങ്കിൽ ഫാസിസത്തിന്റെ പഴയ കാലത്തെ അന്ത്യത്തോടുകൂടി പുതിയ കാലത്ത് പുതിയ രീതിയിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അന്ത്യത്തോടുകൂടി അത് അവസാനിച്ചു എന്ന് നമുക്ക് കരുതാനാകില്ല. പുതിയ കാലത്ത് പുതിയ രീതിയിൽ പുതിയ പലരും ആ സിദ്ധാന്തം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതിലൂടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബിജീഷ് ഗോവിന്ദനോട് വിവരങ്ങൾ നൽകാൻ. ബിജീഷ്, ഇന്നത്തെ പുസ്തക പ്രകാശനത്തിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവിടെ കൂടിയ ജനങ്ങളാണ്. വലിയ ജനാവലിയാണ് ഈ പരിപാടിക്കായി എത്തിയത്. അവരിൽ പാർട്ടി അംഗങ്ങളും പാർട്ടി അനുഭാവികളും ഒക്കെ ഉണ്ടോ? പാർട്ടി അംഗങ്ങളുണ്ടോ എന്നുള്ള കാര്യത്തിനകത്ത് നമുക്കൊരു വ്യക്തതയില്ല. പക്ഷെ പയ്യന്നൂർ മേഖലയിൽ നിന്ന് അടക്കമുള്ള പാർട്ടി അനുഭാവികളായിട്ടുള്ള ധാരാളം പേർ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. പയ്യന്നൂരിലുള്ള ഗാന്ധി പാർക്കിലാണ് പരിപാടി നടന്നത്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണന്റെ മറുപടി പ്രസംഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പാർട്ടി എടുക്കുന്ന നിലപാടുകൾ, പാർട്ടിയുടെ നേതൃത്വം കൈക്കൊള്ളുന്ന നിലപാടുകളെ അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുന്ന ഘട്ടത്തിൽ വലിയ കയ്യടി അതിന് ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഫണ്ട് വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒരു പരസ്യ സംവാദത്തിന് അദ്ദേഹം പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിക്കുന്നുണ്ട്. TI മധുസൂദൻ ഉൾപ്പെടെയുള്ള പയ്യന്നൂർ ഏത് നേതാക്കന്മാരുമായിട്ടും ഈ വിഷയത്തിനകത്ത് താൻ ഒരു പരസ്യ സംവാദത്തിന് തയ്യാറാണ്, പാർട്ടി അതിന് തയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്ന ഘട്ടത്തിൽ വലിയ കയ്യടിയോടെയാണ് ആ സദസ്സ് അതിനെ വരവേറ്റത്. ഏതായാലും വലിയ തോതിലുള്ള ഒരു പിന്തുണ ഈ പൊതുസമൂഹത്തിൽ കുഞ്ഞികൃഷ്ണൻ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഇന്നിവിടെ നടന്ന ഈ പരിപാടിയിലുള്ള ജനസാന്നിധ്യം എന്ന് നമുക്ക് പറയാം. ഏതായാലും ഈ പരിപാടി അലങ്കോലപ്പെടുത്താനുള്ള നീക്കമുണ്ടായേക്കുമെന്നുള്ളൊരു ആശങ്കയിൽ അദ്ദേഹം നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വലിയ പോലീസ് സാന്നിധ്യവും ഈ പരിപാടിക്കുണ്ട്. ഏതായാലും പയ്യന്നൂരിൽ ഈ ഗാന്ധി പാർക്കിൽ സമീപകാലത്ത് നടന്ന പരിപാടികളിലൊന്നും കാണാത്ത ഒരു ജനസാന്നിധ്യം പരിപാടിക്കുണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഈ പ്രസംഗത്തിനകത്തും അതുപോലെ തന്നെ ഈ പുസ്തകത്തിനകത്തും അദ്ദേഹം നേതാക്കന്മാരെ പേരെടുത്തുകൊണ്ട് തന്നെയാണ് വിമർശനം ഉന്നയിക്കുന്നത്. പുസ്തകത്തിനകത്ത് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെയും ഒപ്പം അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന MV ജയരാജനെയും പേരെടുത്ത് വിമർശിക്കുന്നുണ്ട്. തെറ്റുകാരെ സംരക്ഷിക്കുന്ന നിലപാട് പിണറായിയുടെ ഭാഗത്തുനിന്നും MV ജയരാജന്റെ ഭാഗത്തുനിന്നും ഈ പയ്യന്നൂരിലെ ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് കുഞ്ഞികൃഷ്ണന്റെ പ്രധാന ആരോപണമായി പുസ്തകത്തിലും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലും ഉള്ളത്. നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന് പറയുന്ന കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം പ്രകാശനം ചെയ്തു.